അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം എത്തി നിൽക്കുന്നത് ഇശൽ ചക്രവർത്തി മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഖബറിന് സമീപമാണ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ ടൗണിനോട് ചേർന്ന് തന്നെയാണ് മഹാനായ മർഹൂം മോയിൻകുട്ടി വൈദ്യരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. കൊണ്ടോട്ടി മേലങ്ങാടിയിലെ ആലുങ്ങൽ കണ്ടിയിൽ ഓട്ടുപാറക്കുഴിയിൽ ഉണ്ണി മുഹമ്മദ് വൈദ്യരുടെയും കുഞ്ഞാമിനയുടെയും മകനായാണ് മോയിൻകുട്ടി വൈദ്യർ ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ ഓട്ടുപാറക്കിൽ നിന്ന് കൊണ്ടോട്ടിയിൽ വന്ന് താമസമാക്കിയ ആയുർവേദ വൈദ്യ കുടുംബമാണ് മോയിൻകുട്ടി വൈദ്യരുടേത് എന്ന് ചരിത്രകാരനായ MGS നാരായണൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഓത്തുപള്ളിയാണ് വൈദ്യരുടെ ആദ്യത്തെ പഠനകേന്ദ്രം. ഖുർആനും മതവിധികളും സ്വാഭാവികമായും അവിടെ നിന്ന് പഠിച്ചിരിക്കണം. മുസ്ലിങ്ങൾക്കിടയിൽ പതിവില്ലാതിരുന്ന മലയാള പഠന സൗകര്യം പിതാവ് അദ്ദേഹത്തിന് ഒരുക്കിക്കൊടുത്തതായി പറയപ്പെടുന്നു. വേലിയെഴുത്തച്ഛൻ എന്നാണ് വൈദ്യരുടെ ഭാഷാധ്യാപകന്റെ പേര് പരാമർശിക്കപ്പെട്ടു കാണുന്നുണ്ട്. ചുള്ളിയൻ വീരാൻകുട്ടി എന്നൊരാൾ വൈദ്യരെ തമിഴ് പഠിപ്പിച്ചതായും പരാമർശമുണ്ട്. ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ, സലീഖത്ത്, കറാമത്തുമാല, ബദർ കിസ്സപ്പാട്ട്, സലാസിൽ, മൂലപുരാണം, എലിപ്പട, ഒട്ടകത്തിൻ്റെ കഥ, ബത്തില, മലപ്പുറം പടപ്പാട്ട്, ഉഹുദ് പടപ്പാട്ട്, കൊറത്തിപ്പദം, തീവണ്ടി ചിന്ത്, മുല്ലപ്പൂ, ഹിജറ ഇങ്ങനെ അനേകം കൃതികളാണ് മഹാനായ മോയിൻകുട്ടി വൈദ്യരുടെ രചനയിലൂടെ പുറം ലോകത്തെത്തിയത്. ബദർ പടപ്പാട്ട് എഴുതപ്പെടുന്ന കാലത്ത് മലബാറിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് 85 ആണ്ട് പഴക്കമുണ്ട്. മാപ്പിളമാർക്ക് സുപരിചിതമായ ഈ യുദ്ധ വൃത്താന്തമാണ് അതീവ ദുർഗ്രഹമായ ഒരു ഭാഷയിൽ വൈദ്യർ ആവിഷ്കരിച്ചത്. ഈ ദുർഗ്രഹത പാടിപ്പറയുന്ന ഒരു കൂട്ടം കലാകാരന്മാരെ സൃഷ്ടിക്കാൻ മാത്രം കടുപ്പമേറിയതായിരുന്നു. സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വിശ്വാസത്തിനുമെതിരെ ഉയരുന്ന ഏതു ശക്തിയെയും പ്രതിരോധിക്കുക, അതാണ് വൈദ്യരുടെ മനോഭാവം. സലീഖത്ത്, സലാസിൽ തുടങ്ങിയ കഥകൾ വൈദ്യർക്ക് വിവരിച്ചു കൊടുത്തതും കൊണ്ടോട്ടി സാംസ്കാരിക സദസ്സിലെ പേർഷ്യൻ പണ്ഡിതനായ നിസാമുദ്ദീൻ മിയയാണ്. വൈദേശികാധിപത്യത്തിനെതിരെ കലാപം ചെയ്യുന്നവർക്ക് ഊർജം പകർന്ന കവിതകളാണ് വൈദ്യരുടേത്. ആ പാട്ടുകൾ പകർന്ന പോരാട്ടവീര്യം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ബോധ്യപ്പെടുകയും മലപ്പുറം പടപ്പാട് പാടിപ്പറയുന്നതും കൈവശം വെക്കുന്നതും നിയമം മൂലം നിരോധിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. ആർത്തലക്കുന്ന കടലോരത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു ഖഡ്ഗമൂന്നി പ്രണയാർദ്രമായ മനസ്സോടെ സംഗീതസാന്ദ്രമായ ആകാശത്ത് കണ്ണുനട്ട് നാടിൻ്റെ സ്വാതന്ത്ര്യവും നാട്ടുകാരുടെ അഭിമാനവും പ്രതിരോധിച്ചു നിൽക്കുന്ന ഒരു ഭക്തൻ്റെ ചിത്രമാണ് വൈദ്യരുടെ പടപ്പാട്ട് പാടിക്കഴിയുമ്പോൾ മനസ്സിൽ അവശേഷിക്കുന്നത്. മാപ്പിളപ്പാട്ട് കൃതികളുടെ അവസാന ഭാഗത്ത് രചയിതാവിൻ്റെ പേരും രചനാകാലവും ചേർക്കുന്ന പ്രവണത മോയിൻകുട്ടി വൈദ്യരും സ്വീകരിച്ചിട്ടുണ്ട്. ആ രീതി പ്രധാന കൃതികളുടെ കർത്തൃനാമവും രചനാകാലവും കൃത്യമായി അറിയാൻ ഏറെ സഹായിക്കുന്നുണ്ട്. വൈദ്യപാരമ്പര്യത്തെ മുൻനിർത്തിയുള്ള ഒരു പേരാണ് അദ്ദേഹം തൂലികാനാമമായി സ്വീകരിച്ചത്. അതാകട്ടെ അറബി മലയാളത്തിൻ്റെ ഭാഷാ സവിശേഷതകളിലൊന്നായ വിഭിന്ന ഭാഷാ പദങ്ങൾ ഘടിപ്പിച്ചു കൊണ്ടുണ്ടാക്കിയതാണ്. കുട്ടി വൈദ്യർ എന്നർത്ഥം വരുന്ന പയ്യൽ തൊബീബ് ആണ് അദ്ദേഹം സ്വീകരിച്ച തൂലികാനാമം. കിളത്തിമാലയിലാണ് ഈ പേർ ആദ്യമായി വൈദ്യർ ഉപയോഗിച്ചത്. നബിയുടെ ജനനം മുതൽ മദീനയിലേക്കു നടത്തിയ ഹിജറ വരെയുള്ള ചരിത്ര സംഭവങ്ങൾ പാട്ടാക്കി കെട്ടുകയായിരുന്നു വൈദ്യരുടെ അവസാനത്തെ രചനോദ്യമം. ബദർ, ഉഹുദ് തുടങ്ങിയ മദീന സംഭവങ്ങൾ നേരത്തെ തന്നെ കാവ്യ വിഷയമാക്കിയിരുന്നല്ലോ. വിധിവശാൽ ഹിജറ എന്ന കാവ്യം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 27ാമത്തെ ഇശൽ മുതൽക്കുള്ളവ പിതാവിനാൽ രചിക്കപ്പെട്ടവയാണ്. 26 പാട്ടുകൾ എഴുതിക്കഴിഞ്ഞപ്പോൾ 45ാമത്തെ വയസ്സിൽ അഥവാ 1893 ആ പ്രതിഭാധാരനായ വലിയ കവി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.